നമസ്കാരം. കാൻവ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു യൂട്യൂബ് തംബ്നെയിൽ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോയുടെ വലത്ത് സൈഡിൽ ഒരു സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ കാണുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഏതൊരു വ്യക്തിക്കും എങ്ങനെയാണ് കാൻവ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് തംബ്നെയിൽ നിർമ്മിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. കാൻവ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. നേരത്തെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കാൻവ ഓപ്പൺ ആയി കഴിഞ്ഞു. യൂട്യൂബ് തംബ്നെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അടുത്ത പേജിലേക്ക് നമ്മൾ വരികയായി. അവിടെ ക്രിയേറ്റ് യുവർ ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ജനറേറ്റ് യുവർ ഓൺ അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. നേരെ ടെംപ്ലേറ്റ്സിലേക്ക് വരുന്നു. എന്നിട്ട് നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നിൽ ഒരു യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടി കാൻവയിലുള്ള ഒന്നിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്കവിടെ ഒരു ഓപ്ഷനുണ്ട്. നമുക്കിഷ്ടമുള്ള ചിത്രം നിലവിലുള്ളതിൽ നിന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്കിഷ്ടമുള്ള ഒരു ചിത്രം ഞാൻ സെലക്ട് ചെയ്തു. അത് റീപ്ലേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ പേര് മാറ്റുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ യൂട്യൂബ് തംബ്നെയിലിൻ്റെ സബ് ഹെഡിങ് അത് നമ്മൾ മാറ്റുകയാണ്. ഇപ്പം ഞാൻ നിലവിലുള്ളതിൽ നിന്നും എല്ലാം മായ്ച്ചു കളഞ്ഞു. എല്ലാ അക്ഷരങ്ങളും മായ്ച്ചു കളഞ്ഞു. അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ചിത്രമുണ്ടല്ലോ, അതെനിക്ക് കുറച്ചും കൂടെ ഡിം ആക്കണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കളറ്, കോർണർ, സെലക്ട്, അഡ്ജസ്റ്റ്, ബിജി റിമൂവർ, മാജിക്ക്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റേഴ്സ്, ഇഫക്ട്സ്, ക്രോപ്പ്, നോട്ട്സ്, പൊസിഷൻ, നഡ്ജ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നെ അതിൻ്റെ കളർ കുറച്ചൊന്ന് മറ്റൊരു കളറാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിന് ഞാൻ ഫിൽറ്റേഴ്സിൽ വന്നിട്ട് എനിക്ക് താല്പര്യമുള്ള ഒന്ന് ഞാൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഞാനത് ആ ബാക്ക്ഗ്രൗണ്ട് കളറ് അല്പം കൂടി ഒന്ന് ഡിമ്മാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതിവിടെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഒരുപാട് ഷേപ്പ്, ട്രിപ്പ്, സ്ലൈസ്, മോക്കപ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്കതൊന്നും താല്പര്യമില്ല. മാജിക് സ്റ്റുഡിയോയിലേക്ക് വന്നു. മാജിക് സ്റ്റുഡിയോയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മറ്റൊരു ടൂൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് എൻ്റെ യൂട്യൂബ് തംബ്നെയിലിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ളൊരു ശ്രമം നടത്തുകയാണ്. അപ്പം എല്ലാം നമുക്ക് വിവരിച്ച് തരാൻ സാധ്യമല്ല. മറിച്ച് നമ്മൾ കാൻവ ആപ്ലിക്കേഷൻ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മളത് പഠിക്കാൻ. അത് മൊത്തത്തിൽ ഇരുന്ന് വിവരിച്ചാൽ 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒരു വീഡിയോ നമുക്ക് ചെയ്തെടുക്കാൻ സാധ്യമാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വിവരണങ്ങൾ നൽകുന്നത്. ഇവിടെ ഞാൻ ഞാൻ നോക്കുക, ആ കളർ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ വളരെ ഡിമ്മാക്കി ചേഞ്ച് ചെയ്ത് എനിക്ക് താല്പര്യമുള്ള ഒരു റേഷ്യോയിലേക്ക് അത് ഞാൻ കൊണ്ടുവന്നു. നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിന് കോർണറിലേക്ക് മാറ്റാൻ പറ്റും, അനിമേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രാൻഡ് കിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഞാൻ ഏകദേശം കളർ ചേഞ്ച് ചെയ്ത് ഇനി എനിക്ക് ഹെഡിങ് എഴുതണം. എൻ്റെ യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടിയുള്ള ഹെഡിങ് എഴുതണം. അതിന് ഞാനൊരു സബ് ഹെഡിങ് എന്നൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. അവിടെ ഞാൻ മലയാളം ലാംഗ്വേജ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കീബോർഡിൽ. മനോഹരമായ ഒരു യാത്രയുടെ ഓർമ്മകൾ, അതല്ല മറ്റെന്തെങ്കിലുമാണ്. ശരി, ഞാൻ വഴികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേ മാറ്റി മനോഹരമായ ഒരു യാത്രയുടെ വഴികൾ എന്നൊരു ഭാഗം, ഒരു സബ് ഹെഡിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചുള്ള അക്ഷരങ്ങൾ സെലക്ട് ചെയ്ത് മനോഹരമായൊരു യാത്രയുടെ വഴികൾ എന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് തീർത്തു. ഇനി എനിക്കത് ഇഷ്ടമുള്ളൊരു കളറിൽ കൊണ്ടുവരണം.
അപ്പോൾ നോക്കുക, ഇവിടെ ആ ഒരു പിന്നെ നിലവിലുള്ള ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ നിരവധി ഓപ്ഷനുകളുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ സബ് ഹെഡിങ്ങിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വെള്ളയാണ് താല്പര്യം. അതല്ല, ഒരുപാട് കളർ മിക്സ് ചെയ്ത് സോളിഡ് കളറുകളുണ്ട്. മിക്സ് ചെയ്ത് സോളിഡ് കളർ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ പിന്നെ നോക്കുകയാണ്. ഇഷ്ടമുള്ള കളർ പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ വെള്ളയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വെള്ള സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ആ സൂര്യൻ പോലെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ കുറച്ചും കൂടി ക്രമീകരിക്കുന്നു. ഇടത്ത് മുകളിലേക്ക് മാറ്റി. ഇപ്പോൾ വെള്ളം ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. മനോഹരമായ ഒരു യാത്രയുടെ വഴികൾ ഓക്കെ. എൻ്റെ സബ് ഹെഡിങ് എനിക്ക് താല്പര്യമുള്ളിടത്ത് ഞാൻ കൊണ്ടുവച്ചു. ഇടത്ത് മുകളിലേക്ക് സൂര്യൻ പോലെയുള്ള ഡിസൈൻ്റെ ഭാഗത്തെ ഞാൻ ക്രമീകരിച്ചു. ഏകദേശം എനിക്ക് താല്പര്യമുള്ള തബ്നെയിൽ, ഒരു യാത്രയെക്കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോയുടെ തബ്നെയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സബ് ഹെഡിങ് മനോഹരമായ യാത്രയുടെ വഴികൾ എന്നാണ്. അപ്പോൾ ഏകദേശം ഞാൻ എനിക്ക് താല്പര്യമുള്ള തരത്തിൽ, എനിക്കിഷ്ടമുള്ള രീതിയിൽ, എനിക്ക് താല്പര്യമുള്ള തരത്തിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ യാത്രാ വിവരണം അടങ്ങിയ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയുള്ള തംബ്നെയിൽ ഞാൻ കാൻവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നോക്കുക, ഈ ഒരു തംബ്നെയിൽ അവർ തന്നിരിക്കുന്ന ടെംപ്ലേറ്റിനകത്ത് തന്നെ നമുക്ക് മാറ്റാവുന്നതും റീപ്ലേസ് ചെയ്യാവുന്നതും ആഡ് ചെയ്യാവുന്നതുമായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് പുതിയ കളറുകൾ കൊണ്ടുവരാം, പുതിയ ചിത്രങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ സബ് ഹെഡിങ് അങ്ങനെയുള്ള ടൈറ്റിലുകൾ കൊടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ചിത്രം സേവ് ചെയ്ത് കഴിഞ്ഞു. വാട്സാപ്പിലേക്ക് അത് സെൻഡ് ചെയ്തു. അതെ, മനോഹരമായൊരു യാത്രയുടെ വഴികളെന്നുള്ള അത് ഞാൻ നിർമ്മിച്ചു കഴിഞ്ഞു. എൻ്റെ വാട്സാപ്പിലേക്ക് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു. ഗാലറിയിലേക്ക് സേവ് ചെയ്തു. ഇത് ഓരോരുത്തരും സ്വന്തമായി കാൻവ ഉപയോഗിച്ചാണ് പരിശീലനം നേടേണ്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട ഏതൊരു വ്യക്തിക്കും എങ്ങനെയാണ് കാൻവ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് തംബ്നെയിൽ സൃഷ്ടിച്ചെടുക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. ബൈ.